സക്സസിന് നിലനിൽപ്പില്ല. നമുക്ക് ചുറ്റുമുള്ള കുറേ പേര് ഈശ്വരനെ അറിഞ്ഞവർ എന്ന് നിങ്ങൾ ഇപ്പൊ ധരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള തലയെക്കെട്ട് കെട്ടിയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ബ്ലാ 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 ഇംഗ്ലീഷ് പറയുന്ന അവരൊന്നും അല്ല സ്വാമിമാർ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ അറിയും? ഭിക്ഷയാചിക്കലാണ്. എല്ലാ സന്യാസിമാരും എന്തിനാ ഭിക്ഷയാചിക്കാൻ പറഞ്ഞു വിടുന്നത്? ഒരു കലണ്ടറും ഒരു GPS ഇല്ലാതെ കറക്റ്റ് സമയമാകുമ്പോൾ കുംഭമേളയിൽ ഇവരെങ്ങനെ എത്തണം? ബേസിക് റിക്വയർമെന്റ് ശൂദ്രന്മാരാണ്. ക്ഷേത്രത്തിൽ പോയി പൂജ നടത്താറില്ലേ? എന്താ അവിടെ തിരുമേനി പറയുന്നതെന്നറിയോ? അവസാനം ഈ എല്ലാ വ്യക്തികളും പോയിട്ട് ആരുടെ കാലിൽ വീണിട്ടാണ് പിന്നെ ആശീർവാദം മേടിക്കുന്നത്? ബ്രഹ്മപുത്ര റിവറിൽ കയറിയിട്ട് മുങ്ങണമെന്ന് തോന്നി മുങ്ങുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ആണി അടിക്കുന്ന വേദനയാണ്. തണുപ്പിന് മാത്രമല്ല, ഏത് കഠിനമായ പ്രകൃതിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. നമ്മുടെ ഇന്നത്തെ മിലിറ്ററിക്കാരും അങ്ങേയറ്റത്തെ നോർത്തേൺ സ്റ്റൈലിലേക്ക് എത്തുമ്പോൾ പോക്കറ്റിൽ സ്ഥിരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനം തന്നെ. നമസ്കാരം ഡോക്ടർ TPS. നമസ്കാരം സത്യദേവ്ജി. മാസ്ലോസ് ഹൈറാർക്കി നീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്. ഇറ്റ്സ് എ പിരമിഡൽ തിയറി. നമ്മുടെ മനുഷ്യന് ഓരോ സ്റ്റേജിലും എന്താണ് ആവശ്യമെന്നും ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എന്ത് പോകണമെന്ന് പറയുന്ന ഒരു തിയറിയാണത്. അപ്പോൾ താഴത്തെ ലെവൽ നമ്മൾ ഫിസിയോളജിക്കൽ എന്ന് പറയും, സെക്കൻഡ് ലെവൽ സേഫ്റ്റി, അതും കഴിഞ്ഞ് തേർഡ് ലെവലിലാണ് ലവ്, റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് എല്ലാം വരുന്നത്. അങ്ങനെ പോയി അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അടുത്ത കാലത്ത് കുറച്ച് പേരുടെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, പല ആൾക്കാരും ഇതിൻ്റെ സെക്കൻഡ് ലെവൽ എത്തുമ്പോൾ തന്നെ മരിച്ചു പോകും എന്ന് പറയും. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ അതെങ്ങനെ കൊണ്ടുവരണം? കാരണം താങ്കൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആളാണ്. നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലൊക്കെ പണ്ട് പറഞ്ഞ റൊട്ടി കപ്പട മക്കാൻ എന്ന് പറയാം. അതെ, അതാണ് ബേസിക് നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മുടെ ബേസിക്. ഭക്ഷണം വേണം. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഭക്ഷണമാണ്. അതെ. ഭക്ഷണം കഴിയുമ്പോൾ അടുത്ത റിക്വയർമെന്റ് ആണ് എന്റെ നാണം മറക്കണം എന്നുള്ളൊരു തോന്നല്. അല്ലെങ്കിൽ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ഈ എൻവറോൺമെന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായ പുതപ്പെങ്കിലും വേണം. സെക്യൂരിറ്റി, എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റീസും. ഫിസിക്കൽ നീഡ്സിലാണ് ഈ ഡ്രസ്സ് വരിക. അത് കഴിയുമ്പോഴാണ് അടുത്ത എനിക്ക് മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണം, ഉപദ്രവിക്കുന്നതിൽ. അതുകൊണ്ട് അടുത്ത ഒരു വീട് വേണം. മക്കാൻ എന്നുള്ളത് അതിനകത്ത് പെട്ടു. റൊട്ടി കപ്പട മക്കാൻ അതേ ലെവലിലാണ്. എന്റെ സെക്യൂരിറ്റി, എന്റെ സേഫ്റ്റി. പക്ഷെ കുറച്ചും കൂടി വളരുമ്പോൾ നമ്മൾ ഭൗതികമായിട്ട് വളരും. അപ്പോഴാണ് എനിക്ക് തോന്നുക, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എനിക്ക് നാളത്തേക്കും കൂടി എന്തെങ്കിലും വേണം. ഇന്നത്തെ ദിവസമല്ല, നാളത്തേക്കും കൂടി വേണം. അപ്പൊ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൽ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി മാത്രമല്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആലോചിക്കും. ഭക്ഷണം ശേഖരിച്ചു വെക്കാൻ തുടങ്ങും, വിറക് ശേഖരിച്ചു വെക്കാൻ തുടങ്ങും. ഈ ബേസിക് നീഡ്സിന് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം ശേഖരിച്ചു വെക്കാൻ തുടങ്ങുന്നത് അടുത്ത നീഡാണ്. അത് കഴിയുമ്പോഴാണ് എനിക്കൊരു കൂട്ട് വേണം എന്ന് തോന്നലുണ്ടാവും. അവിടെയാണ് ഈ ലവും കമ്പാഷനും. അതാണ് തേർഡ് ലെവൽ. എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർ തേർഡ് ലെവലിൽ എത്തുമ്പോൾ ഒരുവിധം നിൽക്കും. അതും കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന ലീഡർമാർ. റെസ്പെക്ട്, റെക്കഗ്നിഷൻ ഒക്കെ വേണ്ടിയിട്ട്. അത് നമ്മൾ സാധാരണ പറയാം, ഏറ്റവും മിനിമം റിക്വയർമെന്റ് ഉള്ളവരാണ് നമ്മുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഹയർ ലെവലില് വേദം എന്തൊക്കെ പഠിച്ച് സ്പിരിച്വലൊക്കെ ആയിട്ടുള്ള ആള്. അതിന് താഴെ വരുന്ന ഈ പവർ പൊസിഷൻ വേണ്ട ആളാണ് ക്ഷത്രിയന്മാർ. ശേഖരിച്ചു വെക്കണം, കാശ് വേണം എന്നൊക്കെ തോന്നുന്നവരാണ് വൈശ്യന്മാർ. അപ്പോൾ ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ കാണാം, ഇന്ത്യയിൽ തന്നെ ഭൂപടത്തിൽ തന്നെ കാണാമെന്ന് ഞാൻ പറയാറുണ്ട്. ബേസിക് റിക്വയർമെന്റ് ശൂദ്രന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കഴിയാന്നല്ലാതെ നാളെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, നാളെ എന്താണെന്ന് പോലും ആലോചിക്കാറില്ല അവർ. ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനൊക്കെ ഇപ്പോഴല്ലേ ആൾക്കാർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതില്ലാത്തൊരു കാലമുണ്ട്. അപ്പോൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം മാത്രം ആലോചിക്കും. സെക്യൂരിറ്റി, സേഫ്റ്റി എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസും ഒക്കെ വരുമ്പോൾ അടുത്ത ലെവലിലേക്ക്. അപ്പോഴാണ് കാശിനെ കുറിച്ച് ആലോചിക്കുക, ധനത്തെക്കുറിച്ച് ആലോചിക്കും. അത് കഴിയുമ്പോഴാണ് ഈ സ്നേഹവും പൊസിഷൻസും ഒക്കെ കൂടെ മിക്സ്ഡ് ആണ്. പലരും പൊസിഷൻ എടുക്കുന്നത് അവനവന് വേണ്ടിയിട്ടല്ല, ബാക്കി എൻ്റെ കൂടെയുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യാനുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇപ്പം എനിക്കിപ്പോൾ അവാർഡ് കിട്ടി, ഞാൻ പിന്നെ സിറ്റി സെന്ററിൽ പോയിട്ട് എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്കത് ഷെയർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ തേർഡ് ലെവലിൽ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഈഗോ. പവർ വേണം, പൊസിഷൻ വേണം, ആരെങ്കിലും സഹായിക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള തോന്നൽ. ഇതൊക്കെ കഴിയുമ്പോഴാണ് ആലോചിക്കുക, ഇതിനൊന്നും ഒരു അർത്ഥമില്ല ഇനി എന്നുള്ളൊരു ബോധം വരും. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് ആരും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ പറയണ്ടല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാതെ സ്വന്തം വേണ്ടി ജീവിക്കുക അല്ലെ, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക. നമുക്ക് വേണ്ടിയിട്ടും അല്ല,
ആർക്കും വേണ്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ കഥ തീർന്നു, ഇനി മാത്രമല്ല എനിക്ക് റിക്വയർമെന്റ്സ് ഇല്ല. ക്ഷേത്രത്തിൽ പോയി പൂജ നടത്താറില്ലേ? എന്താ അവിടെ തിരുമേനി പറയുന്നതെന്നറിയോ? നമ്മൾ കുറെ വഴിപാടിന് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ പോയിട്ട് കുറെ ചൊല്ലുമല്ലോ അല്ലേ? ഇന്നാള് ഇന്ന കുലത്തിൽ ജനിച്ചു, ഇന്ന പിന്നെ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഒക്കെ കടക്കാൻ പറ്റണമെങ്കിൽ ഭഗവാന് കൊടുക്കണം. കാരണം ഇതൊക്കെ പാർസലായിട്ട് അങ്ങോട്ട് പോകണല്ലോ. അവസാനം പറയുന്നൊരു വാക്കുണ്ട്, വൈരാഗ്യ സിദ്ധ്യർത്ഥം സമർപ്പയാമി. ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് വരുന്നതെന്നാണ്. അങ്ങനെയാണോ പോണത്? ആ വൈരാഗ്യം എന്നുള്ള ലെവലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ. അവസാനം ഈ എല്ലാ വ്യക്തികളും പോയിട്ട് ആരുടെ കാലിൽ വീണിട്ടാണ് പിന്നെ ആശീർവാദം മേടിക്കുന്നത്? ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ഒന്നും വേണ്ട എന്നുള്ള ഒരാളടുത്താണ്. അപ്പൊ ഞാൻ ഏറ്റവും നല്ല വലിയ സ്വാമിമാരുടെയൊക്കെ കൂടെ യാത്ര ചെയ്യാനും, ഹിമാലയൻ മാസ്റ്റർ സ്വാമി രാമയുടെ താഴെയുള്ളൂ എല്ലാവരും, അവരുടെയൊക്കെ കൂടെ സ്വാമി വേദഭാരതിയുടെയൊക്കെ അനുഗ്രഹം മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ളതല്ലേ. ഞാൻ സ്വാമിയോട് ചോദിക്കാറുണ്ട്, സ്വാമിയുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സ്വാമി ആവണമെന്ന്? ഇനി എല്ലാവരും വരുന്നത് നമ്മുടെ അടുത്താണെങ്കിൽ നമ്മളെ ആവണം എന്നുള്ളൊരു തോന്നൽ വേണ്ടേ? അതാണ് നമ്മുടെ ഈ ലെവല് വന്നിട്ട് ആ ലെവലിൽ എത്തുമ്പോഴത്തേക്കും താങ്കൾ തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ, ഇൻസ്പയർ ആസ്പയർ സക്സസ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഓരോ ലെവലിൽ എത്തുമ്പോഴാണ് അടുത്ത ലെവലിലേക്ക് എത്താനുള്ള ബോധം ഉണ്ടാവുക. ഏറ്റവും നല്ല റൂളേഴ്സ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ ഏറ്റവും ബെസ്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചന്ദ്രബാബു നായിഡു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ. എത്ര മണിക്കാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയതറിയോ? രാത്രി 2:30. ഇപ്പൊ 2:30 അപ്പോയിന്റ്മെന്റ് തരുമ്പോൾ അയാൾ ഒന്നുകിൽ 2:30 ശേഷമാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ 2 മണിക്കെങ്കിലും ഉണരണ്ടേ. അയാളുടെ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ രാവിലെ പോയ സമയത്ത് കുറെ MP ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അയാളെ. പാർട്ടി മെമ്പേഴ്സിന് കാണണമെങ്കിലും അപ്പോയിന്റ്മെന്റ് വേണ്ടേ? അവരിങ്ങനെ സ്റ്റൂളിലായിരിക്കണം, ചെറിയ സ്റ്റൂളുകൾ ഗേറ്റിന്റെ തൊട്ടടുത്ത്. അപ്പം നമ്മൾ പോയ സമയത്ത് നമ്മുടെ കാര്യം പറഞ്ഞു, 2 മിനിറ്റോ 3 മിനിറ്റോ കണ്ടാണ് സംഭവം പറയാൻ. ഒരു കേരളോത്സവം നടത്താനുള്ള പെർമിഷൻ കിട്ടി, എല്ലാം അറേഞ്ച് ചെയ്തപ്പോൾ അവിടെ വേറൊരു ഗവൺമെന്റ് പ്രോഗ്രാം വന്നു. ആ പ്രോഗ്രാം മാറ്റിയിട്ട് നമ്മളത് പുഷ് ചെയ്യണം. അതിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു ചെയ്തു, നാളെ രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ യു ടെൽ ഹിം ദറ്റ് നോ, ചീഫ് സെക്രട്ടറിയോട് പറയൂ എന്നെ കണ്ടു, ഞാൻ സമ്മതിച്ചു. ഞാൻ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് കൃത്യം 10 മണിക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാ ഇൻഫർമേഷൻ അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ രാത്രി ഈ കമ്മ്യൂണിക്കേഷൻ അയാൾക്ക് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ആവശ്യം നമ്മൾ പോയി കാണുമ്പോൾ ആ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ അയാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഇത് അച്ചീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് പൊളിറ്റീഷ്യനും പൊസിഷനെത്താൻ ബുദ്ധിമുട്ടില്ല. നല്ല കാശുണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. എവിടെയാ ബുദ്ധിമുട്ടെന്നറിയോ? യോഗക്ഷേമം വഹാമ്യഹം. ഉള്ളത് സൂക്ഷിച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഉള്ള പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം അല്ലേ? ഏത് സാധനമാണെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ, അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ നല്ല പേരെടുക്കാൻ, നല്ല മുഖ്യമന്ത്രി ആവാനും ഒക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ആ മുഖ്യമന്ത്രി പൊസിഷനിൽ നിലനിർത്തുക. ഞാൻ പറഞ്ഞത്, ഇത്രയും ആക്റ്റീവായിരുന്ന ചീഫ് മിനിസ്റ്റർ അടുത്ത ഇലക്ഷനിൽ തോറ്റുപോയി. മനസ്സിലാവുന്നുണ്ടോ? അബ്ദുൽ കലാം പ്രസിഡന്റ് ആണെന്ന് എല്ലാവരും തപ്പോട്ടും, ബെസ്റ്റ് എന്ന് പറയും. അടുത്ത ഇലക്ഷനിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് അയാൾ വിചാരിച്ചിരുന്നു, എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് ധരിച്ചിരുന്നു, കൊടുത്തില്ല. അപ്പൊ നമ്മൾ ഈ സക്സസ്ഫുൾ എന്ന് പറയുന്നതിന് ഇൻസ്പയർ ആസ്പയർ സക്സസ്, ആ സക്സസിന് നിലനിൽപ്പില്ല. ആ ബോധം നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഇതൊന്നും പ്രശ്നമല്ല എന്നറിയാം. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ ന്യൂസ് പേപ്പറിൽ പേര് വരും. എന്ത് ഗമയാ, ഒരു ദിവസമല്ലേ വരുള്ളൂ. ഇന്നലെ അയാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് റാങ്ക് കിട്ടി, കഴിഞ്ഞ മാസം ഫസ്റ്റ് റാങ്ക് കിട്ടി, കഴിഞ്ഞ വർഷം കിട്ടിയെന്ന് എവിടെയെങ്കിലും ന്യൂസ് കേട്ടിട്ടുണ്ടോ? ഇനി ഒരു പ്രാവശ്യം കിട്ടിയ എൻ്റെ അടുത്ത പ്രശ്നം എന്താണ്? ഞാൻ 10ാം ക്ലാസ്സിൽ കിട്ടിയാൽ 12ൽ കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടുകാരൊക്കെ എന്നെ ശപിക്കും. ആണോ അല്ലയോ? അപ്പൊ നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതൊക്കെ കിട്ടാൻ എളുപ്പമാണ്. ആർജിതേ ദുഃഖം വ്യയേ ദുഃഖം ധനം സർവത്ര ദുഃഖം. അപ്പൊ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൈലാസത്തിൽ പോയാൽ സെൽഫ് ആക്ച്വലൈസേഷൻ അങ്ങനൊരു സ്ഥലമൊന്നും അല്ല. നമുക്ക് ചുറ്റുമുള്ള കുറേ പേര് ഈശ്വരനെ അറിഞ്ഞവർ എന്ന് നിങ്ങൾ ഇപ്പൊ ധരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള തലയെക്കെട്ട് കെട്ടിയിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ ബ്ലാ 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 ഇംഗ്ലീഷ് പറയുന്ന അവരൊന്നും അല്ല സ്വാമിമാര്. ശരിക്കും അവരൊക്കെ ആക്ടിങ് ആണ്. യഥാർത്ഥമായിട്ട് നമുക്ക് ചുറ്റുമുള്ള കുറേ പേരെ കാണാം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും വേണ്ട, എനിക്കെന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് മാത്രം അവരാണ് സന്യാസിമാര്. ആ സന്യാസിമാര് വേഷം ഇട്ടിട്ട് തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് ചുറ്റുമുണ്ട് ഗുരുക്കന്മാര് എന്ന് പറയുന്നത്.
അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എൻ്റെ തിമിരം ബാധിച്ച കണ്ണിന് എന്ന് വെച്ചാൽ പല കാര്യങ്ങളും എനിക്കറിയാം. മാസ്ലോസ് പ്രിൻസിപ്പിൾ അതൊക്കെ എനിക്കറിയാം. പക്ഷെ അത് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു പുതിയ ഒരു 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 ലെവലുണ്ടല്ലോ, ആ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ തിമിരമില്ലാതിരിക്കുന്നത്. ബ്ലർഡ് വിഷനാണ്. അത് കുറച്ചും കൂടി ആ തിമിരം മാറ്റാൻ ആരാണോ മരുന്നൊഴിച്ചു തരുന്നത് അദ്ദേഹത്തെയാണ് ഗുരു എന്ന് പറയാം. പരശുരാമന്റെ ഗുരു ശിവനാണ്. ആ അതേ ആയുധമെടുത്തിട്ടാണ് പാർവതിയുടെ മകന്റെ കൊമ്പ് വെട്ടുന്നത് കൈലാസത്തില്. ആ സമയത്ത് പാർവതി പറയുന്ന ഒരു ശ്ലോകമുണ്ട്, നിനക്കു വിഷ്ണു വരും, വിഷ്ണു വന്നിട്ട് ഈ കൊമ്പ് വെട്ടിയതിന് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ പാർവതിയെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കാണ്, നിനക്കു ഗർഭപ്രസവാദി പീഡയാൽ മനം കലങ്ങാതെ ലഭിച്ച കുഞ്ഞിവൻ ശിഷ്യനെ നിനക്കണം പുത്രരിൽ മീതയാനിയും. സ്വന്തം മകനേക്കാളും മുകളിൽ കാണണം ഒരു ശിഷ്യനെ. അപ്പോൾ പാർവതി പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, തായ്തീർക്കുവാൻ തക്കൊരു കൊമ്പ് യാതൊന്നിൽ നിന്നോ മഴുവിന് കിട്ടി, ആ ശാഖിയെ തന്നെ അതാശു വെട്ടി. മഴുവിന് ഏതാണോ പിടിയുണ്ടാക്കാൻ ഉപയോഗിച്ചത് ആ മരത്തെ വെട്ടിയെ പോലെ അല്ലേ എൻ്റെ ഗുരു കൊടുത്ത ആയുധം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ പയ്യന്റെ ഗുരു കൊടുത്ത ആയുധം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മകന്റെ അവിടെ എൻ്റെ മകൻ വന്നു. അപ്പൊ ശിവന്റെതല്ലാത്ത ആ അമ്മയ്ക്കും അത് വന്നു. അപ്പൊ ഈ ചിന്തകളൊക്കെ നമ്മുടെ എല്ലാവരിലും ഉണ്ട്. എൻ്റെ എന്ന ചിന്ത, എൻ്റെ ഈഗോ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന ചിന്ത, ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക? വയറ് നിറയുമ്പോഴേ ഉണ്ടാവും. പട്ടിണിയുണ്ടേ അഹമില്ല, ഒരു അഹവുമില്ല. നമ്മൾ നല്ലോണം വിശക്കുമ്പോ ഇവൻ നീചനാണോ ഉച്ചനാണോ ഒന്നും നോക്കില്ല, ആരെങ്കിലും തന്നാ മതി. കയ്യില് ഒരു കാശില്ലെങ്കിലും നമ്മളിപ്പോ കെട്ടുതാലി പണയം വെക്കാന്ന് പറയാറില്ലേ ആൾക്കാര്, ഏറ്റവും ബുദ്ധിമുട്ട് ചെയ്യും. പക്ഷെ കാശ് വന്നു കഴിഞ്ഞാൽ അയ്യോ താലി കെട്ടില്ലെങ്കിൽ അത് ഇതുണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ അറിയോ? ഭിക്ഷയാചിക്കലാണ് അല്ലേ? എല്ലാ സന്യാസിമാരും എന്തിനാ ഭിക്ഷയാചിക്കാൻ പറഞ്ഞു വിടുന്നത്? അഹം ഇല്ലാണ്ടിരിക്കാനാണ്. ഇപ്പൊ 2 സൂപ്പർ പേഴ്സണാലിറ്റീസ് എൻ്റെ കൂടെ ഉണ്ട്, ഹിമാലയത്തെ അറിഞ്ഞവർ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ ഒരു ഇത് എത്തിയ ആൾക്കാർ. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഭയങ്കര എല്ലാ മെമ്മറീസും അടിപൊളിയായിരിക്കും, പക്ഷെ എന്നാൽ കൂടി ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാമോ? തിരിച്ച് ഞാനും ഗുരുവും കൂടിയാ പോയത്. ഗുരുവിന് തീരെ വയ്യ. മാനസരോവരത്തിൽ എത്തുമ്പോഴത്തേക്കും വയ്യാന്നൊക്കെ നമ്മൾ പറയാണ്. നമ്മളൊക്കെ 3 ലെയറൊക്കെ ഇട്ടിരിക്കുമ്പോഴും തിരുമേനി ഹാഫ് നേക്കഡ് ആയിരുന്നു. അടിപൊളി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഞാൻ പിണ്ടകർമ്മം ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണല്ലോ അവിടെ. അപ്പൊ എന്നോട് പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. തണുക്കില്ലേ, ഇങ്ങനെ കൈപിടിച്ച് ശിവശിവ ശിവശിവ എന്ന് പറയടോ, വലിയൊരു അത്ഭുതമാണ്. ബ്രഹ്മപുത്ര റിവറിൽ കയറിയിട്ട് മുങ്ങണം എന്ന് തോന്നി മുങ്ങുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല, എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ആണി അടിക്കുന്ന വേദനയാണ്. ഒരു കുറച്ച് വെള്ളം, ചൂടുവെള്ളം തരുമായിരുന്നു മുഖം കഴുകാനൊക്കെ ആയിട്ട്. മുഖം കഴുകി രാത്രി കിടന്നുറങ്ങി നോക്കുമ്പോൾ പിന്നെ ഈ കൈ അനങ്ങുന്നില്ല, കാരണം കുറച്ച് വെള്ളം ഉള്ളിൽ പോയത് ഐസായി മാറിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് കുറേ പുഴകൾ കടക്കാനൊക്കെ അന്ന് ഈ ഇതുണ്ടല്ലോ, വണ്ടി കയറ്റി വെച്ചിട്ട് പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന ബ്രിഡ്ജുകളാണ്. അപ്പോൾ അതിനു വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു നെതർലാൻഡ്സുകാരൻ വന്നിട്ട് പറഞ്ഞു, അഗ്നിഹോത്രിയാണല്ലേ? ഞാൻ പറഞ്ഞു ആണ്. എങ്ങനെ മനസ്സിലായി? ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ കണ്ടാൽ നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. നെതർലാൻഡ്സുകാരനാണ്. കുറേ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ 3 ദിവസം കൊണ്ട് നടന്നിട്ടാണ് കൈലാസം പ്രദക്ഷിണം വെക്കുന്നത്. നമ്മളിങ്ങനെ കിടന്ന് നമസ്കരിച്ചിട്ട് എവിടെയാണോ കൈ അവിടെ മാർക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് അവിടെ, എന്നിട്ട് പിന്നെയും കിടക്കുക. 18 ദിവസം 43 ദിവസമൊക്കെ വേണം പരിക്രമമാക്കാൻ. അങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഈ സന്യാസിമാരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് കൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, അഘോരീസ് എന്നൊരു വിഭാഗമല്ലേ? അഘോരീസുമായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്താണ്? ശരിക്കും പലർക്കും പല തരത്തില്, ചിലർ അവജ്ഞയോടുകൂടി നോക്കുന്നത്, ചിലർ ഛേ എന്ന് പറയും. ഇങ്ങനെ എനിക്കിന്നെ ഒരു ഓർമ്മയുണ്ട്, എനിക്കൊരു ലേഡീസ് ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു, ഇപ്പം അല്ല. അപ്പോൾ ആ ലേഡീസ് ഗ്രൂപ്പിൽ ഏതോ ഒരാൾ അഘോരിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാളുടെ കമൻറ്റ് വന്നത്, നിങ്ങൾക്ക് ഇത്ര വൃത്തികെട്ട കാര്യങ്ങൾ മാത്രമേ എന്തിനാ ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അവരപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്തു. ഞാൻ അങ്ങനെ ആലോചിച്ചു, ശരിക്കും നമ്മൾക്ക് എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ മനസ്സിലാവാതെ എങ്ങനെ പറയുന്നത് ശരിയാണോ അറിയില്ല. ശരിക്കും എന്താണ് നമ്മളിന്നിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് നിത്യ ചൈതന്യ യതി അല്ലേ,
സത്യാനന്ദ സരസ്വതി, സരസ്വതി, നിത്യ ആനന്ദ സരസ്വതി, സരസ്വതി, അല്ലേ? പുരി, ചിദാനന്ദ പുരി. പുരി, റൈറ്റ്. ഇതൊക്കെ ഓരോ ട്രഡീഷൻസ് ആണ്. ഇവരൊക്കെ സാത്വികന്മാരായിട്ടുള്ള ഋഷിതുല്യന്മാരായിട്ടുള്ള സ്വാമിജിമാരാണ്. ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും? ഇവരൊക്കെ അടിച്ചോടിക്കേണ്ടി വന്ന ഒരു ആവശ്യം വന്നാല്, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അവർക്കും വേണ്ട ഒരു ജവാൻ, ഒരു സൈന്യം നമ്മൾ ഉണ്ടാക്കണം. ആ സൈന്യമാണ് അഘോരികളൊക്കെ. ശരി, ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അത് ഞാൻ ചോദിക്കാൻ കാരണം എളുപ്പത്തില് അത് ശരിയാണ്. ഇത് ഗുരുജി പറഞ്ഞ ആദ്യത്തെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച ദശനാമി സന്യാസ വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അഘോരികളുടെ കാര്യത്തില് ആയുധമെടുത്ത സന്യാസിമാരാണ്. അതായത് സായുധരായ സന്യാസിമാരാണ് അഘോരികൾ. ഇവരുടെയാണ് അഖാഡുകള്. ഞാന് പറഞ്ഞു എന്താ ചോദിച്ചെന്ന് പറഞ്ഞു. അല്ല, മറന്നുപോയല്ല, പറയുന്ന കാര്യം മറക്കരുത്. ശരി, ഞാൻ ചോദിക്കാൻ വന്ന ഈ ജഡം അല്ലെങ്കിൽ ശവശരീരം കഴിക്കുക, അല്ലെങ്കിൽ ചുടലഭസ്മം ധരിക്കുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ജഡം മാത്രമല്ല, ജഡം അതായത് ശവഭക്ഷണത്തെ കുറിച്ചാണ് ഡോക്ടർ ചോദിച്ചത്. നമ്മുടെ ധാരണ ഈ കഴിക്കുന്നവരൊക്കെ ശവം കഴിച്ചിട്ട് ജീവിക്കുന്നതല്ല. അല്ലല്ല, അതാ ഞാൻ ക്ലാരിറ്റി, ഐ നീഡ് ദാറ്റ് ക്ലാരിറ്റി. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഇവര് ജീവിക്കും, നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവരൊന്നുമില്ലെങ്കിലും ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കാണിക്കാനാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മള് മിലിറ്ററിക്കാര് പലപ്പോഴും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ഇന്നത്തെ മിലിറ്ററിക്കാരും വളരെ അങ്ങേയറ്റത്തെ നോർത്തേൺ സ്റ്റൈലിലേക്ക് എത്തുമ്പോൾ പോക്കറ്റിൽ സ്ഥിരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനം എന്താ അറിയോ? ഉള്ളിയാണ്. ഓ ശരി, ഓക്കെ. തണുപ്പിന് മാത്രല്ല, ഏത് കഠിനമായ പ്രകൃതിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ സാധാരണ സാത്വികന്മാരായിട്ടുള്ളവരൊന്നും ഉള്ളി കഴിക്കില്ല. പക്ഷെ അഘോരികൾക്ക് അതും കഴിക്കാൻ, കാരണം അവർ അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കേണ്ടവരാണ്. ചിലപ്പോൾ ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിഷിദ്ധമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. നമ്മുടെ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത രീതിക്ക്, അവരുടെ സന്യാസ രീതിക്ക് ഒന്നിനോടും വെറുപ്പ് കാണിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പൊ അതിർത്തിയിലെ മഞ്ഞുമലകളില് ശത്രുക്കളോട് അടരാടാൻ പോകുമ്പോ അവിടെ സാത്യഭാവം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിന് അടുത്ത് വേറൊരു തലം കൂടെ ഉണ്ട്. ഞാൻ ഗുജറാത്തിൽ NID അമ്മനെ ചേർത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വ്യക്തി, അപ്പം ഞാനേ ഒന്നാമതെ കുറേ മാലയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നിവാസം ആഭരണങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത് എനിക്കത് ഇഷ്ടമാണ്. ഞാൻ എൻ്റെതായ രീതിയിലാണ് നടക്കുന്നത്. അതിനപ്പുറത്ത് മാലയൊക്കെ ധരിച്ച് എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ഇട്ട്, എന്നാൽ മുടി ഇച്ചിരി നീട്ടി വളർത്തി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാമതേ മാധ്യമപ്രവർത്തനം കൂടാണ്, നമ്മൾ ശ്രദ്ധിച്ച് അടുത്ത് എന്ന് കഴിയുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാണ്. ഗുജറാത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള, അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അഖാഡയുടെ തലവനാണ്. ഒന്നാലോചിച്ച് ചോദിക്കുക. അപ്പം നമ്മളുടെ മനസ്സിലുള്ള നാഗസന്യാസിമാര്, ശവഭക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകളും യാഥാർത്ഥ്യമായിട്ട് ആത്യന്തികമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പലതും ഞങ്ങൾ അല്ലെ സാധാരണക്കാർ കേട്ടിട്ടുള്ളത്. അല്ലേ ഗുരുജി? സ്വാമി വേദഭാരതി, മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി, ഇന്ന് കുറേ മണ്ഡലേശ്വരന്മാർ ഉള്ള ലോകമാണ്. ആദ്യകാലത്തൊക്കെ ഞാനൊക്കെ 10-26 വർഷം മുമ്പ് ഗുരുവിനെയൊക്കെ കാണുന്ന സമയത്ത് മഹാമണ്ഡലേശ്വർ പേരിന് ഞാൻ കേട്ടതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ രാത്രി കുറേ ആൾക്കാർ, ഞങ്ങൾ പഠിപ്പിക്കുന്നത് സൈലൻസ് ആണ് കേട്ടോ, അത് ശരി, വേറൊന്നും പഠിപ്പിക്കില്ല. ഗുരു ആകെ പഠിപ്പിക്കുന്നത് സൈലൻസ് ആണ്. പിന്നെ ഇരിക്കാൻ പഠിപ്പിക്കും. എൻ്റെ അടുത്തുണ്ട് ഡോക്ടർ TPS സിറ്റിംഗ് യോഗ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്ന് പഠിപ്പിക്കാം. എങ്ങനെ കൃത്യമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയാം. അതുപോലെ അറിയാണ്ടാണ് പലരും പലതും ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ രാത്രി വിളിച്ചു ഒരു വലിയൊരു കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ട് ഓർഗനൈസിങ്ങിന് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഓർഗനൈസിങ് സെക്രട്ടറി എന്ന ഡെസിഗ്നേഷൻ ഒന്നും ഇല്ലെങ്കിൽ അതായിരുന്നു ഞാൻ ചെയ്തത്. എൻ്റെ സജഷനുമാണ് ആ കോൺഫറൻസ് വേണം. അപ്പോൾ റിവ്യൂ നടത്തി എല്ലാം നമ്മൾ നോട്ടൊക്കെ എഴുതിയിട്ട് അവസാനം ബോസിൻ്റെ അടുത്ത് പോയിട്ട് പറയല്ലോ. അപ്പോൾ എൻ്റെ ട്രെയിനും ഉണ്ട് 9 മണിക്ക്. അപ്പോൾ 8 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ച് 8:30 ആകുമ്പോൾ ഇറങ്ങി 9 മണിക്ക് സ്റ്റേഷനിൽ എത്താം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നത്, ഡു യു നോ ഹൗ മച്ച് ദിസ് കോസ്റ്റ്? മലയാളത്തിൽ പറയാം. ഇത് ഈ ചപ്പാത്തിക്ക് എത്ര വിലയുണ്ടെന്നറിയോ? ഞാൻ ഈ കോൺഫറൻസിന്റെ കാര്യം പറയാനാ പോണേ. അപ്പൊ സ്വാമിജി പറയുന്നത് ചപ്പാത്തിക്ക് എത്ര വിലയുണ്ടെന്ന്. ചപ്പാത്തിക്ക് എത്ര വിലയുണ്ടാവും? 20 രൂപ, 100 രൂപ മാക്സിമം അല്ലെ? എത്ര ഫൈൻ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലായാലും ഒരു ചപ്പാത്തിക്ക് അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ബട്ട് ദിസ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ലോട്ടസ് സീഡ്സ്. ഇറ്റ് വിൽ കോസ്റ്റ് യു മോർ ദാൻ 20,000 റുപ്പീസ് അന്ന്. അതുകൊണ്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിക്കുക. അതിനിടയിൽ വേറെ കാര്യം, വെൻ ഐ കോൾഡ് യു, ഞാൻ താങ്കളെ ഇവിടെ വിളിച്ച് ഈ കോൺഫറൻസ് നടത്തേണ്ട റിവ്യൂ നടത്തണമെന്ന് പറയുമ്പോൾ
ഫുൾ ട്രസ്റ്റിലാണ് ഞാൻ അങ്ങേ വിളിക്കുന്നത്, ആണോ അല്ലയോ? അതെ അതെ അതെ. അത് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ ബ്രീഫ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏതെങ്കിലും ബോസ് ലോകത്ത് ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല ഇല്ല. ഉണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പം പ്രസന്റിൽ ജീവിക്കണം എന്നൊക്കെ വാക്ക് പറയാറേ ഉള്ളൂ, ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറയാറേ ഉള്ളൂ. അല്ലേ? ഞാൻ ഭക്ഷണം കഴിച്ച് പുറത്തു വന്ന സമയത്ത് എന്നെ കാണാൻ കുറേ പേരുണ്ട്. ആ ആശ്രമത്തിൽ കുറേ വർഷങ്ങളായി ജീവിക്കുന്നവർക്ക് പോലും ഒരു നേരം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനോ കാണാനോ പോലും സാധിക്കാറില്ല. 400 ദിവസം സൈലൻസിലിരിക്കാൻ പണിഷ്മെന്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരാൾ കാണാൻ വന്നപ്പോൾ, എബ്രോഡിൽ നിന്ന്. അവർ ഹംഗേറിയെന്നോ അവിടെ നിന്നോ വന്നത്. അവർ വന്ന് 4 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. പക്ഷെ 4 ദിവസം സൈലൻസ് വേണം. അതിനിടയിൽ ബ്രേക്ക് ചെയ്താൽ അത് 18 ദിവസമാക്കിയിട്ട് മാറ്റും. അത് ബ്രേക്ക് ചെയ്താൽ 40 ദിവസമാക്കി മാറ്റി. അങ്ങനെ 400 ദിവസത്തിലധികമായി അവരവിടെ നിൽക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം ഇതാണ്, സൈലൻസ് ആണ്. ഏറ്റവും എളുപ്പമാണെന്ന് പറഞ്ഞിപ്പോ എല്ലാവർക്കും വിൽക്കുന്ന ഒരു സാധനമാണ്, പലരും വിൽപ്പന നടത്തുന്ന സാധനമാണ് മെഡിറ്റേഷൻ, സമാധി. അത് മനസ്സിലെ സൈലൻസിനെ കുറിച്ച് പറയുന്നതല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയിൽ എത്തണമെങ്കിൽ ഈ പറയുന്ന പലർക്കും അത് സാധിക്കാറില്ല. എത്ര ധൈര്യമുള്ളവരുണ്ടാവും ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ട് ഈ സമാധിയിലാണ് മെഡിറ്റേഷനിലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നവർ വളരെ ചുരുക്കമായി. അപ്പൊ നമ്മള് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ പലരെയും കാണും, പലതും ചെയ്യും. ഇതൊന്നും നമുക്കൊരു ബാധകമല്ല. കൈലാസ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു കൈലാസ ട്രിപ്പ് നടത്തുന്ന ഒരാളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഞാൻ കൂടെ ആദ്യമായിട്ട് എൻ്റെ കൂടെയാണ് അദ്ദേഹം പോകുന്നത്. ഞങ്ങൾ കൂടെയാണ് പോകുന്നത്. എൻ്റെ കൂടെയല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയല്ല, ഞങ്ങൾ കൂടെയാണ് പോകുന്നത്. വേറൊരാളെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പ്രദക്ഷിണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം യാക്കെടുത്തിട്ടാണ്, കുറച്ച് പേര് കുതിര എടുത്തിട്ടാണ്, ഞാൻ നടന്നിട്ടാണ്. വേറൊന്നും ഉണ്ടല്ല, ഇതിന്റെ മുകളിൽ ഇരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസം വായിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ തിരിച്ചു വരാന്നുള്ള ധാരണയിലാണ് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവിന്റെ കാലിൽ ഞാൻ നേരെ വീഴാണ്, കാരണം അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയത്. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ കാലിൽ വീണു. ഇദ്ദേഹത്തോട് ചോദിച്ച സമയത്ത്, എത്ര ദിവസമായി മസാല ദോശ കഴിച്ചിട്ട്? കൈലാസത്ത് പോയ അനുഭവമാണ് പറയുന്നത്. അപ്പൊ ഈ സമയത്തൊക്കെ അയാളുടെ ധാരണ തിരിച്ച് കേരളത്തിൽ വന്ന് മസാല ദോശ കഴിക്കണം എന്നാണെങ്കിൽ അവിടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ചിന്തകൾ മാറില്ല. പക്ഷെ എന്നാൽ എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ചോദിക്കുക. അപ്പോൾ കുറച്ച് മുമ്പ് ലോട്ടസ് സീഡ്സിന്റെ ചപ്പാത്തിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ എന്ത് ഫുഡാണ് വേറെ കിട്ടുന്നത്? അല്ല, ഞാൻ പറയുന്നത് അത്രയും ആൾക്കാർക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ അറിയുമ്പോൾ അത് ആസ്വദിക്കാൻ സാധിക്കാത്തതും രണ്ടും പറയാൻ കാരണം അതാണ്. കിട്ടിയ ഭക്ഷണം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അപ്പോഴും നമ്മുടെ മനസ്സ് വേറെ എവിടെയാണ്. ഗുരുവിന്റെ മുമ്പിലിരിക്കുമ്പോൾ ആ ഭക്ഷണത്തിലാണോ ശ്രദ്ധിക്കേണ്ടത്, കോൺഫറൻസിനെ കുറിച്ചാണോ ശ്രദ്ധിക്കേണ്ടത്, അല്ല ആ ഒരു ഇവന്റ് ഞാൻ യൂസ് ചെയ്യാണോ വേണ്ടതെന്ന് പോലും നമുക്ക് അറിയില്ല. അവിടെയാണ് നമ്മുടെ ഈ ബേസിക് റിക്വയർമെന്റ് ആണോ, അടുത്ത ലെവലാണോ ഒന്നും അറിയാത്തത്. നമ്മൾ ഹയസ്റ്റ് ലെവലിൽ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തി എന്ന് പറയുമ്പോഴും നമ്മുടെ ബേസിക് റോട്ടി കപ്പട മക്കാൻ്റെ റോട്ടിയിലാണ് അയാളുടെ ധാരണ. ഈ രണ്ട് കോൺട്രഡിക്ഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ഏത് ലെവലിൽ എത്തുന്നു എന്നുള്ളത് ഓരോ സമയത്തും നമ്മുടെ ചിന്തകളാണ്. 24 മണിക്കൂറും 365 ദിവസവും ഞാൻ സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആരും അങ്ങനെ ആവില്ല. എന്തായാലും നമ്മളിപ്പോൾ സന്യാസിമാരെ കുറിച്ച് സംസാരിച്ചു, അഘോരി വരെ വന്നെത്തി. അഘോരിയെ കുറിച്ചുള്ള ഫർദർ ഇൻഫർമേഷൻസും കൂടെ ഷെയർ ചെയ്താൽ നമുക്ക് നല്ലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ABC-യിൽ പണ്ടൊരു അഘോരി വന്നിട്ട്. അത് ശരി. ഇവിടെ തന്നെ ഞാനും അഘോരിയും മുമ്പിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പണ്ടുണ്ടായിരുന്നു. അപ്പൊ അഘോരിയെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഫോറത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ്. എത്ര ഈ തലയുടെ മുകളിലും വേഷത്തിലിട്ടിരിക്കുന്ന രുദ്രാക്ഷത്തിന്റെ വെയിറ്റ് എത്രയാണെന്നറിയോ? ഒരു 8 കിലോ മുതൽ 15 കിലോ വരെ ഉണ്ടാവും. അയാളുടെ രൂപം കണ്ട എത്രയേ ഉള്ളൂ. പിന്നെ അവർക്ക് വെള്ളം കുടിക്കാനില്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞിന്റെ മുകളിൽ നിന്നും 2 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മഞ്ഞ് വെള്ളമായി മാറാനുള്ള പിന്നെ കഴിവുള്ളവരായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ കഴിവുള്ളവർ ഇതിനകത്തുണ്ട്. ഒരു കലണ്ടറും ഒരു GPS-ഉം ഇല്ലാത്ത കറക്റ്റ് സമയമാകുമ്പോൾ കുംഭമേളയിൽ ഇവരെങ്ങനെ എത്തണേ? ഞെട്ടിക്കുന്ന ഒരു കാര്യം അതല്ലേ. ഇപ്പൊ ഇന്ന് വേണേ നമുക്ക് പറയാം മൊബൈൽ ഫോണുകൾ വെച്ച് അങ്ങോട്ടും കണക്ട്. ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഒരു പർട്ടിക്കുലർ ദിവസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം ഇത്രയധികം 2009 കുംഭമേളയുടെ കമന്റേറ്റർ ആയിരുന്നു ഡിസ്കവറി ചാനൽ. ഇന്ത്യൻ ചാനലല്ല, ഡിസ്കവറി ചാനൽ. അപ്പൊ അതൊന്ന് കാണണം. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവരൊക്കെ കണ്ടിട്ടുണ്ട് ആ കാലത്താണ്. അപ്പൊ അടുത്ത കാലത്ത് കുംഭമേള വളരെ ഫേമസ് ആയിരുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് എന്താ പോവാത്തത്. നമ്മൾ ഇയാളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ട് വന്നാണ്. അപ്പൊ ഇന്ന് പലതും ഡയലൂട്ടായി, ഇന്ന് പലതും കമേഴ്ഷ്യലായി. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന തരത്തിലുള്ള ഒന്നും അല്ല അന്നൊന്നുള്ള അനുഭവങ്ങൾ.
പക്ഷെ പലരും പറയാറുണ്ട്, പണ്ട് ഞാനൊരു 10-15 വർഷത്തിന് അല്ല 10-15 20 വർഷത്തിന് മുന്നേ ഞാൻ വാരണാസി പോയിട്ടുണ്ട്. അതിന്റെ തെരുവിൽ ഞാൻ എന്നെ പിടിച്ചു പറിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അങ്ങനെ അല്ല, ഡിഫറൻസ് ഉണ്ടെന്ന്. അടുത്ത കാലത്ത് ഞാൻ പോയി വാരണാസി ഡോക്ടർ ടിപ്പിയസ് അടിച്ചാൽ കാണാം, കാശി ഡോക്ടർ ടിപ്പിയസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, അതിന്റെ പ്രൊസീജിയേഴ്സ് മാറ്റിയിട്ടുണ്ട്. ക്ഷേത്രത്താണ് ആത്യന്തികമായിട്ട് ഒരു ക്ലെൻസിങ് നടന്നു അല്ലേ? അത് നദിയിൽ നടന്നിട്ടുണ്ട്, ഇതേ സ്ഥലത്ത് നിന്ന് കുറേ ദൂരെ നമ്മുടെ ജാർഖണ്ഡിൽ പോയാൽ ദേവഘട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ദേവഘട്ട്, ആ ദേവഘട്ട് എന്ന് പറയുന്ന സ്ഥലം, നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി നോക്കിയാൽ നിങ്ങൾ അവിടെ നിന്ന് കണ്ണു പൂട്ടിയിട്ട് നേരെ കാശി കൊണ്ടിട്ടാലും ഈ കാണുന്ന സ്ട്രീറ്റ് എല്ലായിടത്തും ഒരുപോലെ. അത് കാശിയും ദേവഘട്ടും തമ്മിൽ ഒരു ഡിഫറൻസും നമ്മൾ കാണില്ല, ആരതി ഡിഫറൻസ് കാണില്ല. ഒന്ന് നദീതീരത്താണ്, മറ്റേത് സീതാകുണ്ടന്റെ അടുത്താണ് വ്യത്യാസം. അപ്പോൾ ഇത് വലിയൊരു അത്ഭുതമാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിയുള്ള വ്യക്തികൾക്ക് ആരും എപ്പോഴും ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളതിലും ഒരു കണക്റ്റഡ്നെസ് കാണാൻ പറ്റുമെന്നുള്ളതാണ്. വ്യത്യസ്തമായ ദൃശ്യങ്ങൾ നമ്മൾ പലയിടത്തുനിന്നും കാണുന്നത് പോലെ അല്ല. ആ കഴിവിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഈ കാണുന്ന ഫിസിക്കൽ റിക്വയർമെന്റിൽ നിന്നും എന്റെ ഈഗോ എന്ന് പറയുന്നതോ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധമോ ഉണ്ടായി എന്നുള്ള ഇത് ആദ്യം പറഞ്ഞ ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഞാൻ വൈരാഗ്യ സിദ്ധ്യർത്ഥം സമർപ്പയാമി യോഗാരൂഢൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. ആ ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ചിട്ട് വേണ്ടാന്ന് വെക്കണം. 9ാമത്തെ പടി പോലെ തന്നെ പ്രധാനമാണ് 1ാം പടി എന്നുള്ള ഒരു തത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഓരോ പടികൾ കയറിയാലേ 9ാമത്തെ പടിയിൽ എത്താൻ പറ്റുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ചോളം 18ാം പടി, 18ാമത്തെ പടിയിൽ അത് ഏറ്റവും മഹത്തരമാണ്. പക്ഷേ ആ 18ാമത്തെ പടിയിലേക്ക് എത്തുന്നത് ആദ്യം 1, 2, 3 പടികൾ ചവിട്ടി തന്നെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം അങ്ങ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ ഇപ്പം രമണ മഹർഷി പറഞ്ഞതുപോലെ പ്രാണബന്ധനാത് ലീയതേ മനഃ, മനസ്സ് ലയിപ്പിച്ചില്ലാതാക്കാൻ പ്രാണനെ ബന്ധം ചെയ്താൽ മതി, അതാണ് പ്രാണായാമം. പക്ഷെ അടുത്ത ലൈൻ രമണ മഹർഷി പറയുന്നത് ജാലപക്ഷിവത്ത് ദീനരോധനം. നമ്മൾ ഈ കൂട്ടിലിട്ടിരിക്കുന്ന പ്രാണിയെ പോലെ പ്രാണായാമവും യോഗവും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴത്തേക്കും ആള് പിന്നെയും പഴയ ലെവലില്ല. അതുകൊണ്ടൊരു കാര്യമില്ല. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. സ്വാഭാവികമായിട്ട് എനിക്കുള്ള ഭാവമായിട്ട് അത് മാറണമെങ്കിൽ അഭ്യാസേന തു കൗന്ദേയ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് സാധനയിലൂടെ മാത്രമേ നടക്കുള്ളൂ. ഈ സാധന കൊണ്ട് അത് നമുക്ക് അതുകൂടി ചോദിച്ചിട്ട് ഇത് ടോക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. സാധന എന്ന് പറഞ്ഞല്ലോ, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. ശരിക്കും സാധന എന്ന് പറയാം, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയാം. എന്താണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എക്സർസൈസ് എല്ലാ ദിവസവും ചെയ്യണം. ഇപ്പം ഞാൻ എന്തിനാ എക്സർസൈസ് ചെയ്യണേ? എനിക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാനില്ല അല്ലേ? നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വ്യക്തി എന്നാ ഒരു കാര്യം ചെയ്യാം. സാധാരണ ഈ പുറത്ത് പണിയെടുക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളൊരു 1 മണിക്കൂർ വെയിലത്ത് നിൽക്കാൻ പറഞ്ഞാട്ടെ, അതൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഫിസിക്കലി ഫിറ്റ് ആണോ? അല്ല. എന്താണോ എനിക്ക് ആവശ്യമുള്ളത് അത് ചെയ്യാനുള്ള എൻ്റെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കലാണ് എൻ്റെ സാധന. ഓക്കെ. ഈ പറഞ്ഞു വന്നതിനിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, സമാധാനമായിട്ട് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വെറും ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മല്ലുപണി ചെയ്തുകൊണ്ടിരിക്കുന്നവന് കിട്ടാത്ത സമാധാനമാണ്, അല്ലെങ്കിൽ സാധനമാണ് ഈ ഒന്നും ചെയ്യാതിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ആ വ്യത്യാസമുണ്ട്. ധാരണ ഈ വെൽനസ്സിലൊക്കെ കുറെ എക്സർസൈസ് ഉണ്ടല്ലേ. ഹഠയോഗ പ്രദീപികയാണ് നമ്മുടെ ഏറ്റവും നല്ല ഇതിന്റെ പുസ്തകം. അതിൽ പറഞ്ഞ് അതിവ്യായാമം അതക്കാസോ ജ്വര ഛർദിശ്ചായതേ ഹൃദയാദ്യുപരോധശ്ച എന്നാണ്. അധികം വ്യായാമം ചെയ്താൽ പല അസുഖങ്ങളും വരും, അവസാനം ഹാർട്ട് അറ്റാക്കും വരും. ഇപ്പം ജിമ്മുകളിൽ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പല ആൾക്കാർ 40 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാർ പെട്ടെന്നുള്ള കാർഡിയാക് അറസ്റ്റ് ഒക്കെ ശരിയാണത്. ഒന്നുകൂടെ ഒന്ന് ചൊല്ലുവോ? അതിവ്യായാമം, ഓവർ എക്സർസൈസ്. ഓക്കെ. അത് ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും? ജ്വരം, ഛർദി ഒക്കെ ഉണ്ടാവും. പനി വരാം, ഛർദി വരാം, ദഹിക്കാൻ ശരിക്കും നടക്കില്ല. പിന്നെ അവസാനം എന്താ? ഹൃദയാദ്യുപരോധശ്ച, ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിപ്പം ഈ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാതെ ചെയ്യുന്നത്. അതുപോലെ ഹിത ആഹാരം എന്നാണ്. നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഞാൻ കഴിക്കരുത്. എൻ്റെ ഹിതാഹാരം എന്താണ്? എൻ്റെ ട്രഡീഷണലി എൻ്റെ അച്ഛനും അമ്മയും കഴിച്ചിരിക്കുന്ന ജീനിന്റെ ഭാഗം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ
എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഭക്ഷണത്തിനും ഒരു രീതിയുണ്ട്. അതാണ് എൻ്റെ ഹിതാഹാരം. നരോഹിതാഹാര വിഹാര സേവി എന്നാണ്. ഏതാണോ എനിക്ക്, ഓരോ മനുഷ്യനും അവൻ്റെ ഹിതം വ്യത്യാസമാണ്. പ്രാണായാമം പോലും എനിക്ക് ശ്വസിച്ചിരിക്കാൻ പറ്റുന്ന പോലെ, പിടിച്ചിരിക്കാൻ പറ്റുന്ന പോലെ വേറൊരാൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറേ പേരോട് ശ്വാസം പിടിക്കുമെന്ന് പറയുന്നു. ഞാനൊക്കെ പണ്ട് തുടങ്ങിയ കാലത്ത് കുറേ കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് ശനിയാഴ്ച ശ്വാസം പിടിക്കാൻ പറയും. അപ്പോൾ ഈ പ്രഷർ കുക്കറിന്ന് പോകുന്ന പോലെ ഫിഷ് എന്നിട്ട് പോകും. കുറെ കഴിഞ്ഞ് എൻ്റെ ഗുരുവിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, എടോ തൻ്റെതല്ലാത്തൊന്നും താൻ പിടിച്ചു വെക്കരുത്. ഇത് വലിയൊരു ഫിലോസഫിയാണ്. പ്രാണൻ എൻ്റെതല്ലല്ലോ, വായു എൻ്റെതല്ലല്ലോ, അത് തൈലധാരാ രൂപത്തിലാവണം എന്നാണ്. അത് പിടിച്ചു നിർത്തിയിട്ട് വലിച്ച് വിടാനുള്ളതല്ല. അത് പതുക്കെ ഇങ്ങനെ ഒരു വേവ് പോലെ പോകേണ്ട ഒരു അവസ്ഥയാണ്. ഈ അറിവൊക്കെ നമ്മൾക്ക് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്റലക്ച്വൽ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ തരുന്ന പലരെയും നമ്മൾ കാണും. ഇതിലേതാണ് ചികഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ അറിയുമ്പോഴേക്കും അതാണ് ഈ 4ാമത്തെ ലെവലിൽ ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള അറിവ്, വിവേക വിവേചന ബുദ്ധി. ആ ബുദ്ധിയൊക്കെ വളരണം. ബുദ്ധി വളരുന്നവർക്കുള്ള ഒരാൾക്കുള്ളതാണ് അടുത്ത ലെവലായിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ എന്തായാലും നമ്മൾ മാസ്ലോസ് ലോയിൽ തുടങ്ങി. എൻ്റെ ഒരു സംശയമായിരുന്നു അത്. പക്ഷെ അതിൽ നിന്ന് പോയെന്ന് വെച്ചാൽ വളരെ നല്ലൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഘോരീസിനെ കുറിച്ച് സംസാരിച്ചു, സന്യാസിമാരെ കുറിച്ച് സംസാരിച്ചു, ഹിമാലയത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് എന്നാൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. താങ്ക് യു ഡോക്ടർ TPS. താങ്ക് യു.